പരിചയപ്പെടുത്തലിൻ്റെയും ഒരു ഇൻട്രഡക്ഷൻ്റെയും ആവശ്യമൊന്നും ഇല്ല അല്ലേ ചിറമേലച്ഛനെ കുറിച്ച്. ഞാൻ രാവിലെ ഒന്ന് ടെൻഷൻ അടിച്ചു, എന്താണ് ചിറമേലച്ഛനെ കുറിച്ച് ഞാൻ പറയണ്ടേ. ഞാൻ ഗൂഗിളിൽ പോയി, വിക്കിപീഡിയയിൽ പോയി, ഞാൻ അതിൽ നിന്നൊന്നും ഇവിടെ പറയുന്നില്ല. ദ റിയൽ മാൻ, ദ റിയൽ പ്രീസ്റ്റ്. നമ്മൾ സുവിശേഷം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ല, പ്രവർത്തിച്ച് കാണിക്കുന്ന ദ മോസ്റ്റ് റെവറൻറ്റ് ഫാദർ ഡേവിസ് ചിറമേൽ. വെൽക്കം ടു ദ ഡേ. We are very feeling blessed to have you here. Please come on to the stage for us. നമ്മൾക്കേവർക്കും സുപരിചിതനായ നമ്മുടെ സ്വന്തം ദ കിഡ്നി പ്രീസ്റ്റ് വൃക്കാച്ചൻ, മോസ്റ്റ് റെവറൻറ്റ് ഫാദർ ഡേവിസ് ചിറമേൽ is here for us. താങ്ക് യു ചിറമേലച്ച. അച്ഛൻ്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ് ഫോർ എ ബ്ലെസ്സഡ് മെസ്സേജ് ഫോർ ഓൾ ഓഫ് us. താങ്ക് യു. എല്ലാവർക്കും സുഖല്ലേ? സുഖാണല്ലോ അല്ലേ? ഡെർബി മലയാളി അസോസിയേഷൻ UK ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10 വർഷം കടന്നു. 10 വർഷം മുമ്പ് ഞാനിവിടെ ധാരാളം ഒരു 5-6 പ്രാവശ്യങ്ങൾ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഡെർബിയിലും മാഞ്ചസ്റ്റർ, ലിവർപൂൾ, സ്കോട്ട്ലൻഡ്, ലണ്ടൻ, ബെർമിംഗ്ഹാം, കുറേ സ്ഥലങ്ങളിൽ. അന്നുണ്ടായിരുന്ന ആൾക്കാരെക്കാളൊക്കെ കുറേ ആൾക്കാർ വേറെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ കാണാത്ത കുറേ ആൾക്കാർ കൂടെ ഈ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടെയുള്ള നിങ്ങളുടെ വാസം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരട്ടെ എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മളെവിടെ പോയാലും മലയാളികളായി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടണത്. പക്ഷേ ഇത് എത്ര കാലം, 10, 50, 60 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കൂടുമോ എന്ന് ചോദിച്ചാൽ കൂടുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ കൂടുമോ എന്നുള്ളതാണ് നമ്മളുടെ നേച്ചർ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമ്മളൊരു കുടുംബമാണ്, സമൂഹമാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട്. അതിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും കേരളം എന്ന് പറയുന്ന ഒരു മലയാളികളുടെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. പിന്നെ മലയാളികളുടേതായ വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അവിടത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് നോക്കണം. ഇങ്ങോട്ട് കടത്തരുത് അതൊന്നും അവിടെ. പക്ഷെ ഇവിടെ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആലോചിക്കുക, ഈ UK നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഫ്രണ്ട്സ് ഒന്നും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. നാട്ടിൽ നിങ്ങൾ ആയിരുന്നെങ്കിൽ ഇവരൊന്നും നിങ്ങളുടെ സുഹൃത്തുക്കളേ അല്ല. ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സമ്പത്താണ് നിങ്ങളുടെ ഫ്രണ്ട്സ്. അതിന് അവർക്കൊരു കയ്യടി കൊടുത്തേൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഞാൻ ഒരു 2 മാസം മുമ്പാണ് നിർമ്മല കോളേജിൻ്റെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് പോയിരുന്നു. അപ്പോൾ അവിടെ ആ കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം അവർക്കൊരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഫാദറെ, ഞങ്ങൾ എങ്ങനെയാണ് കോളേജിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണമല്ലോ, ഞങ്ങൾക്ക് ഫ്രണ്ട്സ്, ഹൗ വി സെലക്ട് അവർ ഫ്രണ്ട്, ഞങ്ങളുടെ സുഹൃത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം? നിങ്ങളുണ്ടല്ലോ ഇവിടെ വന്നിട്ട്, നിങ്ങൾക്കുണ്ടല്ലോ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുക? ഞാൻ പറഞ്ഞു, തിരഞ്ഞെടുക്കാൻ ഒറ്റ മാർഗമുള്ളൂ. നീ നന്നായി പഠിച്ചു, നിനക്ക് റാങ്ക് കിട്ടി, വന്ന് കൈയോട് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകും. നീ നല്ല സ്പോർട്സ് സ്റ്റാറായി തീരുമ്പോ വന്നിട്ട് തട്ടിട വെൽ ഡൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കാണും. നീ നന്നായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അത് കഴിഞ്ഞൊരു നില ഹഗ് ചെയ്തിട്ട് പറയും സോ വെരി നൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണും. അദ്ദേഹമാണ് അല്ലെങ്കിൽ അവളാണ്, അവനാണ് നിന്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അവരല്ല. അവരാകാം, പക്ഷേ അവരാകണമെന്നില്ല. അപ്പൊ പിന്നെ ആരാണ് നിങ്ങളുടെ സുഹൃത്ത്? ഇങ്ങനെ ഹൗ യു ഹാവ് ടു സെലക്ട് യുവർ ഫ്രണ്ട്. നീ പരാജയപ്പെട്ടു നിന്റെ പരീക്ഷയിൽ, എല്ലാവരാലും നീ ഒറ്റപ്പെട്ടു, നീ ഒരു തെറ്റ് ചെയ്തു, അതെല്ലാവരും പിടിച്ചു, നിന്നെ എല്ലാവരും പുറത്താക്കി, നീ പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഫെയിലായി, നിന്റെ ജോലി പോയി, നിനക്ക് രോഗം വന്നു,
നീ വീട്ടിലിരിക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം നിന്റെ അടുത്ത് വരുന്ന ഒരാളുണ്ട്. ആരാണെന്ന് നീ തന്നെ കണ്ടെത്തുക. ആ വ്യക്തിയാണ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടുന്നവരല്ല, സങ്കടങ്ങൾ പങ്കിടുന്ന ഏത് വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ UK-യിലുണ്ടോ അവനായിരിക്കണം നിങ്ങളുടെ സുഹൃത്ത്. പക്ഷേ സന്തോഷം പങ്കിടാനാണ് ധാരാളം പേര് നമ്മുടെ അടുത്തേക്ക് വരിക. സങ്കടം വരുമ്പോ വീട് ജപ്തിയായി, ആരും വരില്ല. നീ വലിയൊരു കൊട്ടാരം പണിത് നോക്കിയേ, ധാരാളം പേര് വരും. ഗംഭീരുണ്ട് എന്ന് പറഞ്ഞ് ധാരാളം പേര് നിന്റെ അടുത്ത് വരും. നിന്റെ വീട് ജപ്തിയാണ്, പ്രതിസന്ധിയിലാണ്. ബന്ധുക്കൾ പോലും നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല. ആ സമയത്ത് ഒരാൾ നിന്റെ അടുത്ത് വരുന്നു. നീ ഉണ്ടെന്ന് ഒക്കെ ശരിയാവും, ഇങ്ങോട്ട് വാ, അല്ലാതെ നീ വിഷമിക്കാണ്ടിരിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ, അവനാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തേണ്ട വ്യക്തി. അല്ല ഇതൊക്കെ പറയുമ്പോ നിങ്ങളൊന്നും ചിരിക്കണില്ല, ഇല്ല അല്ലേ? അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല അല്ലേ 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 അല്ലേ? അങ്ങനെ ഉണ്ടാവണട്ടാ. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടും. ചിലപ്പോൾ ഇവിടുന്ന് വെള്ളം നിങ്ങൾക്ക് കടയിൽ പോയി നിങ്ങളൊരു ബോട്ടിൽ ഓഫ് വാട്ടർ വാങ്ങിക്കാൻ നോക്കുക. എത്ര ഇവിടെ? ഒരു പൗണ്ട് ഉണ്ടാ ഒരു കുപ്പി വെള്ളത്തിന്? ഉണ്ടാ? അപ്പൊ ഒരു പൗണ്ട് വരും ഏത് ഒരു കുപ്പി വെള്ളത്തിന്. ഓക്കെ. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഈ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ വാങ്ങിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് 5 പൗണ്ടാണ് വാങ്ങിച്ചത്. അത് എന്തുകൊണ്ടാണ്? The same bottle and the same water, but I have to pay 5 pounds. എന്താ കാരണം? നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 1 പൗണ്ട്, ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചതെന്ന് മാത്രം, അതിന് 5 പൗണ്ടാണ്. സെയിം വാട്ടർ, സെയിം ബോട്ടിൽ, വാല്യൂ കൂടി. എന്താ കാരണം? ഞാൻ വാങ്ങിച്ച സ്ഥലം ഫ്ലൈറ്റിൽ വെച്ചാണ് ഞാൻ വാങ്ങിച്ചത്. സെയിം ബോട്ടിൽ, സെയിം വാട്ടർ. When I was flying in the aeroplane, I have to pay 5 pounds. എന്ത്? വാല്യൂ കൂടുന്നത് ഓരോ സ്ഥലങ്ങളിൽ. നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ കൂടുന്നത് എപ്പോഴാണ്? സെയിം പേഴ്സൺ, സെയിം. നമ്മുടെ ജീവിതത്തിൽ വാല്യൂ കൂടേണ്ടത് ഫേസ് വാല്യൂ അല്ല കൂടേണ്ടത്, നമ്മുടെ ഫേസിന്റെ വാല്യൂ. ഒരു സ്ഥലം കാണുമ്പോൾ നല്ല ഫേസ് വാല്യൂ ഉള്ള സ്ഥലം അത്, ആ വീടൊക്കെ നല്ല ഫേസ് വാല്യൂ ഉണ്ട്. ഫേസ് വാല്യൂ നമ്മുടെ മുഖത്തിന്റെ വാല്യൂ അല്ല, ലൈഫിന്റെ വാല്യൂ ആണ് പ്രധാനപ്പെട്ടത്. മുഖത്തിന്റെ വാല്യൂ കുറെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ 5-8-9 ദിവസമായി, 10-12 ദിവസമായി. ഇതിൻ്റെ ഇടയില് 10 ദിവസത്തിനുള്ളിൽ ഞാൻ പോയ 10 സ്ഥലങ്ങളിലെ 12 ക്യാൻസർ രോഗികളെ വീടുകളിലേക്ക് ഞാൻ പോകേണ്ടി വന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തവര്, കുടല് റിമൂവ് ചെയ്തവര്, അവരുടെയൊക്കെ ഫേസ് വാല്യൂ ഞാൻ നോക്കി. അവരുടെയൊക്കെ ഫേസ് വാല്യൂ, അവർക്ക് വലിയ വാല്യൂ ഉണ്ട്. ഇപ്പോ അവര് പറയുന്നതും അവർ ചിന്തിക്കുന്നതിനൊക്കെ വലിയ വാല്യൂ ഉണ്ട് ഇപ്പോ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഫേസിന്റെ വാല്യൂ അല്ല പ്രധാനപ്പെട്ടതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഞാൻ എന്തായാലും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പറയാം. ഒരു കുട്ടി ഒരു ഷോപ്പിൽ കയറി ചെന്നിട്ട് ഒരു ബിഗ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ വില എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിന് 20 pounds. അപ്പൊ ആ കുട്ടി പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി, എന്നിട്ട് പറഞ്ഞു സ്മോൾ ഐസ്ക്രീം 15 pounds. അപ്പൊ ഇയാൾക്ക് വെറുതെ, ചില ആൾക്കാരൊന്നും വില ചോദിക്കൽ മാത്രമുള്ള ആൾക്കാരുണ്ട്, വാങ്ങിക്കില്ല. ഇയാൾ കുട്ടീനെ കുറെ നോക്കി, വെറുതെ ഓരോന്ന് വില ചോദിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടീൻ്റെ സ്മോൾ ഐസ്ക്രീം, എന്നിട്ട് ആ സ്മോൾ ഐസ്ക്രീം കൊടുത്തിട്ട് 20 പൗണ്ട് ആ കുട്ടി ആ കടക്കാരന് കൊടുത്തതിന് ശേഷം അയാൾ 5 പൗണ്ട് തിരിച്ച് കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, ടിപ്പ് ബോക്സ്, 5 pounds അതിൽ ഇട്ടിട്ട് ആ കുട്ടി പോയി. ആ ഷോപ്പിലെ ഉടമസ്ഥൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കി. എന്തൊരു വാല്യൂ ഉള്ള ഒരു വ്യക്തി. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വാല്യൂ നമ്മുടെ വീടിന്റെ വലിപ്പം, ശമ്പളം, ജോലി, ബോഡിയുടെ ഷേപ്പ് ഒന്നുമല്ല. ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് പോയി, ഞാൻ നിങ്ങളുടെ സമയം, നിങ്ങൾ ഇവിടുന്ന് എന്നെ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകണം, അപ്ഗ്രേഡഡ് ആവണം നിങ്ങൾ എന്നതുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഞാനത് ഉദ്ദേശിക്കുക. നമ്മുടെ ലൈഫിന്റെ വാല്യൂ പ്രായമാകുമ്പോൾ കുറയണ്. പ്രായമാകുമ്പോഴേ
താടി നരച്ചു, തല നരച്ചു, പല്ലു കൊഴിഞ്ഞു, തൊലിയുടെ സ്കിന്നിന്റെ കളർ പോയി. വാല്യൂ കൂടണം, കുറയരുത്. അതാ പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൊരു ഇന്റർവ്യൂവിന് പോയതാ. അവിടെ ചെന്ന് അപ്പോ ഇന്റർവ്യൂ കിട്ടിയില്ല. അവൻ താഴെ വന്ന് നിൽക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്ത ആള് താഴെ കൂടെ പോകണം. അപ്പൊ അയാൾ ചോദിച്ചു, വൈ യു ആർ സ്റ്റാൻഡിങ് ഹിയർ, ഞങ്ങൾക്കൂടെ വേക്കൻസി ഇല്ല, യു ഗോ. അപ്പൊ ആ ചെറുപ്പക്കാരൻ, അതല്ല എടോ, ഇവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചെറുപ്പക്കാരൻ, അതല്ല സാർ, പിന്നെന്താണ്, ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂ വരുമ്പോൾ ടിയെ തരുമായിരുന്നു. അയ്യോ, ടിയെ കിട്ടിയില്ലേ? ടിയെ കിട്ടി, പിന്നെന്താ പൊക്കൂടത് എനിക്ക്? അതല്ല, ടിയെ തന്നതില് ഒരു 100 രൂപ കൂടുതൽ തന്നിട്ടുണ്ട്. ആഹാ, അപ്പൊ ഞാൻ തിരിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു, യു എൻജോയ് എന്ന് പറഞ്ഞു. ഞാൻ ആ 100 രൂപ തിരിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഇന്റർവ്യൂ ചെയ്ത ആള് അയാളോട് പറഞ്ഞു, യു കം ടു മൈ ഓഫീസ്, നെക്സ്റ്റ് ഡേ യു കം ടു മൈ കമ്പനി. നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരനാണ്. എന്താ ഉണ്ടായേ പ്രിയമുള്ളവരെ? ദ വാല്യൂ നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്. നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പില് എന്താ പറയില്ലേ, കാണാൻ നല്ല ലുക്കുണ്ട്, നല്ല കഴിവുണ്ട്, അതൊന്നല്ല. വിശ്വസിക്കാൻ കൊള്ള പൂമുഖവാതിലിൽ സ്നേഹം തുളുമ്പുന്ന പൊന്തിങ്കളാണ് ഭാര്യ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് നിൽക്കണം ഭാര്യ. എന്തിന്? വെൽക്കം, ക്ഷീണിച്ചിരിക്കല്ലേ, ജ്യൂസ് കൊടുക്കണം. അതാണ് സ്നേഹം. അപ്പൊ ഭർത്താവ് അത് വാങ്ങിച്ച് കുടിക്കരുത്. അത് പിടിച്ചിട്ട് പറയണം, നീ ആദ്യം കുടിക്ക്, എന്നിട്ട് ഞാൻ കുടിക്കാം. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് നിങ്ങൾ കൈയടിക്കരുത്. അതല്ല, നീ കുടിച്ചിട്ട് ചാവോന്ന് നോക്കണം, എന്നിട്ട് വേണം എനിക്ക് കുടിക്കാൻ. മനസ്സിലായ? പ്രിയമുള്ളവരെ, പത്രമൊക്കെ വായിക്കണ്ടേ? പ്രിയമുള്ളവരെ, നിങ്ങൾ പറയൂ, നിങ്ങളിവിടെ ഒരുമിച്ച് വലിയൊരു കൂട്ടായ്മയാണ്. നിങ്ങളൊരാളെ വിലയിരുത്തേണ്ടത് ഹൗ ക്രെഡിബിൾ ദാറ്റ് പേഴ്സൺ. എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണോ? 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരൊന്ന് കൈപൊന്തിച്ചേ. 100% ആലോചിച്ചിട്ട് പൊന്തിച്ച മതി. കണ്ട, എല്ലാവരും കൈതാത്തിയേ. കൈതാത്ത്. പൊന്തിച്ചിട്ടില്ലല്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് ഈ ലോകത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം. സാമ്പത്തികമല്ല. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം രോഗങ്ങളല്ല. മനുഷ്യൻ പ്രയാസം ജോലിയില്ലാത്തതല്ല. എനിക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. 100% ഹാപ്പി ആയിരിക്കും നമ്മൾ. പട്ടിണി ആയിക്കോട്ടെ, കഷ്ടപ്പാടായിക്കോട്ടെ, എന്ത് വേദനയായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, വി വിൽ ബി ഹാപ്പി. കാരണം എന്താ? എനിക്ക് വിശ്വസിക്കാവുന്ന 100% വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു പള്ളിയിലിരിക്കുമ്പോൾ അവിടെ പെരുന്നാളാണ്. പെരുന്നാൾക്ക് സ്റ്റേജിന്റെ പണി നടക്കുക. ആ സമയത്ത് ഒരു ചന്ദ്രിക എന്നൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അച്ഛോ, ഒരു 1000 രൂപ എനിക്ക് റോട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. അത് അച്ഛന് ഞാൻ തരാം. അച്ഛൻ അത് നേർച്ചപ്പെട്ടിയിലിടെ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്തോ. ഈ കാശ് എൻ്റെ കയ്യിലിരുന്നാൽ എനിക്ക് ഉറക്കം വരില്ല. 1000 രൂപ കയ്യിലിരുന്ന് ഉറക്കം വരില്ല എന്ന്. എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. ഞാൻ ആലോചിക്കുക, വെല്ലോന്റെ ഒരു 1000 രൂപ എൻ്റെ കയ്യിലിരുന്നാൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞൊരു ചന്ദ്രികേച്ചി. നമ്മുടെ കയ്യിൽ എന്തോ ഒരാൾക്കാരുടെ എന്തെല്ലാം കാര്യങ്ങൾ ഇരിക്കണം, നന്നായിട്ട് കൂറുകം വലിച്ച് നമ്മൾ ഉറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ലോകത്ത് അപൂർവം വ്യക്തികളാണ്. അപൂർവം വ്യക്തികൾ. ആ ചന്ദ്രികേച്ചിനെ ഞാൻ എന്ന് ഓർക്കും. ആ ഒറ്റ ആക്ഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ കുറെ നാളെ അവിടുന്ന് പോന്നിട്ട്, പക്ഷെ ഇപ്പോഴും ആ ചന്ദ്രിക എന്ന് പറയുന്ന പേര് എൻ്റെ മനസ്സിലുണ്ട്. ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഉറക്കം വരില്ല എനിക്ക്. എൻ്റേതല്ലാത്ത ഒരു 1000 രൂപ എൻ്റെ കയ്യിലിരുന്നാൽ എനിക്ക് ഉറക്കം വരില്ലച്ചാ എന്ന് പറയാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെയാണ് ഏറ്റവും ജീവിതത്തിൽ നിങ്ങൾ വിലമതിക്കേണ്ടത്. ഇപ്പൊ ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ അത് കേട്ടു. ഇതൊക്കെ ആരപ്പ് ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ എന്തപ്പത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ഒരിക്കലും പത്രത്തില് ഒരു വലിയൊരു സപ്ലിമെന്റ് വന്നു. എന്താന്ന് വെച്ചാല് മദ്യപാനം കൊണ്ടുണ്ടാകാവുന്ന ദൂഷ്യങ്ങളെ കുറിച്ചുള്ള വലിയ സപ്ലിമെന്റാ. അതൊക്കെ ഇങ്ങനെ വായിച്ചു ഒരാള്. എല്ലാം വായിച്ചു കേട്ടിട്ട് അയാള് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇപ്പോഴെനിക്ക് മനസ്സിലായത് എന്ത്, ഈ മദ്യപാനം ഇത്രമാത്രം ദൂഷ്യങ്ങൾ വരുത്തുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്.
നിർത്തി ഞാൻ. അപ്പൊ അയാൾ പറഞ്ഞു, ഓ സന്തോഷായിടോ, താൻ നിർത്തിയില്ലോ, അത് കേൾക്കുമ്പോല്ലേ സന്തോഷമുണ്ട്. എന്തുട്ട് നിർത്തിയെന്ന്? അല്ല നീ പത്തിമാരെ നിർത്തിയെന്ന് പറഞ്ഞു. പത്രം വായന നിർത്തി ഞാൻ. അത് ശരി, അതുണ്ടായല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ലത് കേട്ടോണ്ടായില്ലേ പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ മാത്രമേ അതിന് ഫലം ഉണ്ടാകുള്ളൂ. പലപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലുന്ന നാനാജാതി മതസ്ഥരെ, നിങ്ങള് ദൈവസന്നിധിയിൽ ചെന്നാൽ നമുക്ക് ദൈവത്തോട് എന്തോരം കാര്യങ്ങൾ ചോദിക്കാറില്ല. അത് തരണേ, ഇത് തരണേ, ഇത് തരണേ. എല്ലാം തന്നാലും മതിയാവോ? മതിയാവില്ല. ഒരിക്കലും ഒരു ഭക്തന്റെ കഥ കൂടെ പച്ചൻ പറയാം. ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് പണം വേണ്ട, ജോലി വേണ്ട, ഈ ലോകത്തിൽ വേറെ ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. 10 വർഷം കഴിയുമ്പോ അടിക്കാൻ പോകുന്ന മലയാള മനോരമ പത്രം ഉണ്ടല്ലോ, അത് തന്നാ മതിയെന്നു. അപ്പൊ ദൈവം ചോദിച്ചത്, എന്തിനാണോ മലയാള മനോരമ പത്രം നിനക്ക്? അല്ല, 10 വർഷം കഴിയുമ്പോ അടിക്കാൻ പോണ പത്രത്തിൽ എന്താന്ന് ദൈവത്തിന് അറിയാലോ. അത് തന്നാ മതി. ഇതുപോലത്തെ ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ ആരിതുവരെ വെച്ചിട്ടില്ല. പലതും ചോദിച്ചിട്ടുണ്ട്. മലയാള മനോരമ പത്രം 10 വർഷം കഴിയുമ്പോൾ കൂടുന്നു വേണമെന്ന് പറയുന്നത് എന്തുട്ട് വട്ടനാന്ന് നമുക്ക് തോന്നും. ദൈവം പറഞ്ഞത് വേണോ? അത് വേണം. അങ്ങനെ പത്രം വന്നു, ദൈവത്തിന് കൊണ്ടുവരാലോ. 10 വർഷം കഴിയുമ്പോ അടിക്കാൻ പോകുന്ന മലയാള മനോരമ പത്രം എടുത്തു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. ഇയാൾ മറിച്ച് നോക്കുക. എവിടേക്കാണ്? ഒരു പേജിലെത്തി. അവിടെ ഉണ്ട് എന്ത്? ഏത് കമ്പനിയുടെ ഷെയറാണ് കൂടുതൽ, ഏത് കമ്പനിയുടെ ഷെയറാണ് താഴെ പോകുക, മോളിൽ പോകുക, കംപ്ലീറ്റ് ഡാറ്റ ഇതിലുണ്ട്. കണ്ടോടുകൂടി അലകും ഞാൻ, അലകും. 10 വർഷം കഴിയുമ്പോ ഈ കമ്പനിയുടെ ഇനി ആ ഷെയറെ വാങ്ങിച്ചു വെച്ചാൽ മതി, തകർക്കില്ലേ. ആൾക്ക് ഭയങ്കര സന്തോഷമായി. ബുദ്ധി വേണം പ്രാർത്ഥിക്കുമ്പോ, മനസ്സിലായിണ്ട? ബുദ്ധിപൂർവ്വമാണ് ഇയാൾ പ്രാർത്ഥിച്ചത്. ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ വെറുതെ പത്രമല്ലേ, ഒന്നിങ്ങനെ മറിച്ച് നോക്കിയപ്പോ ഇയാളുടെ പടം പത്രക്കാരെ കൊണ്ട് തോറ്റു. അപ്പോഴേക്കും എന്റെ പടം കൂടി അടിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ നോക്കിയപ്പോ അതിന്റെ അടിയില് 3-ാം ചരമ വാർഷികം. 10 വർഷം കഴിഞ്ഞിട്ടുള്ള പത്രല്ലേ. 7 വർഷം കഴിഞ്ഞപ്പോ നീ ചത്തു, അത് കൂടുതൽ എഴുതിയിട്ടുണ്ട്. അയാളുടെ ബോധം പോയി. എന്റെ ദൈവമേ, ഇതാണ് മനുഷ്യൻ പലപ്പോഴും ഈ ലോകത്തിലെ എന്തൊക്കെയോ നേടിയെടുക്കാൻ പറ്റും. അവന്റെ ആത്മസന്തോഷം അവനില്ല. ഒരിക്കലെ ഒരു ക്ലാസ്സിലെ ടീച്ചർ ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്ക് ആരാകണടാ? ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആകണോ, വക്കീലാകണോ ഒക്കെ ചോദിക്കല്ലോ നമ്മളെ. അപ്പൊ മോനെ നിനക്ക് ആരാകണം? അപ്പൊ രാഹുൽ എഴുന്നേറ്റ് പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം എ മില്യനെയർ. എനിക്കൊരു കോടീശ്വരനാകണം എന്ന് പറയും. മാത്രല്ല അവൻ പിന്നെ പറയാൻ തുടങ്ങി, 100 ഏക്കർ സ്ഥലം, അതിലൊരു വലിയൊരു കൊട്ടാരം, പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഒരു ഫ്ലൈറ്റ്, പിന്നെ ഓരോ ദിവസവും താമസിക്കാൻ സെപ്പറേറ്റ് കാറുകൾ, പിന്നെ ഒരു 30 ബാങ്ക് അക്കൗണ്ട്. ടീച്ചർ ചോദിച്ചു, നിന്നോട് എസ് എഴുതാനല്ല പറഞ്ഞത്, നിന്നോട് ആരാകണം എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ടീച്ചർക്ക് വലിയ വിഷമായി. ടീച്ചർ പറഞ്ഞു, പ്രിയ മോളെ എഴുന്നേറ്റ്, വാട്ട് യു വാണ്ട് ടു ബിക്കം പ്രിയ? അതുപോലെ പറയാതിരിക്കോട്ടാ. പറയും, മോളെ നിനക്ക് ആരാകണം? പ്രിയ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം വൈഫ് ഓഫ് രാഹുൽ. അറിയുള്ള ഈ ലോകത്തിൽ എവിടെ പോയാലും മനുഷ്യൻ ചിന്തിക്കണത് എന്താണെന്നറിയോ? ഈ ലോകത്തിൽ എല്ലാവരെക്കാളും വലിയവനാകാനാ. ഇപ്പൊ നമ്മുടെ അടുത്തൊരു മാർപ്പാപ്പ മരിച്ചില്ലേ, ഫ്രാൻസിസ്. വീഞ്ഞപ്പെട്ടിയിൽ കെടുത്തിയാൽ മതി എന്നാ പറഞ്ഞ തന്നെ. വീഞ്ഞപ്പെട്ടിയിൽ കൊണ്ടുപോയ പെട്ടി കണ്ടോ നിങ്ങള്? എന്താ എഴുതിയ പറഞ്ഞതറിയോ? എന്നെ അടക്കിയിട്ട് അതുമേ ഹിസ് ഹൈനസ് ഹോളിനസ് പോപ്പ് എഴുതരുത്, അതുമേൽ എഴുതണം ഫ്രാൻസിസ് എന്ന് മാത്രം. ഗ്രേറ്റ്നസ് അതൊക്കെയാണ്. ഞാൻ ചുരുക്കാണ്. നിങ്ങൾ ഇവിടുന്ന് കളിയും പാട്ടൊക്കെ ആയിട്ട് പോകുമ്പോ നിങ്ങൾ ഒരു കാലത്ത് എന്നെ ആർക്കും വേണ്ടച്ചോ എന്ന് പറയാൻ ഇടവരാതിരിക്കട്ടെ. എത്ര പ്രായമായാലും നിങ്ങളെ എനിക്ക് വേണം എന്ന് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും പറയാനിട വരട്ടെ. കാശുള്ളപ്പോഴും കഴിവുള്ളപ്പോഴും സൗകര്യമുള്ളപ്പോഴും ധാരാളം പേര് നമ്മുടെ ജീവിതത്തിൽ വരും പ്രിയമുള്ളവരെ. പക്ഷേ എല്ലാം കടന്നു പോകുമ്പോൾ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്റെ നിഴല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ നിങ്ങൾ മറ്റുള്ളവർക്ക്
വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ക്രെഡിബിലിറ്റിയുള്ള, സ്വന്തം സുഖങ്ങളെക്കാൾ അയൽക്കാരൻ്റെ സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനായാൽ, മദർ തെരേസയുടെ തൊലി ചുക്കിച്ചുളിഞ്ഞിട്ടും കുനിഞ്ഞു നടന്നിട്ടും ലോകത്തിലെ സർവ്വ മനുഷ്യരും ആ മദർ തെരേസയെ വിലമതിച്ചു. ദ വാല്യൂ. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മനുഷ്യൻ രാഷ്ട്രപതി അല്ലാതിരുന്നിട്ടും എവിടെ പോയാലും സർവ്വ മനുഷ്യരും ബ്രിട്ടനിലെ പാർലമെന്റിൽ വന്ന് കയറിയപ്പോൾ സർവ്വ മനുഷ്യരും എഴുന്നേറ്റ് നിന്നു. എന്ത് കണ്ടിട്ട്? അബ്ദുൽ കലാമിന്റെ എന്ത് കണ്ടിട്ട്? സ്വത്ത് കണ്ടിട്ടോ, സൗന്ദര്യം കണ്ടിട്ടോ, അധികാരം കണ്ടിട്ടോ അല്ല. ദ പേഴ്സൺ ആയിരിക്കണം പ്രിയമുള്ളവരെ. അപ്പോഴേ നശിച്ചു പോകാത്ത, ഒരിക്കലും മാഞ്ഞു പോകാത്ത വ്യക്തിയായി നിങ്ങൾ. ഞാനിവിടെ വന്നിട്ട് ഏത് രാജ്യത്ത് പോയാലും ഞാൻ ഈ അബ്രഹാം ലിങ്കൺ സ്പ്രിംഗ് ഫീൽഡിൽ അമേരിക്കയിൽ അവിടെ പോകും. മഹാന്മാരായ മനുഷ്യർ എവിടേക്കുണ്ട് അവിടെയൊക്കെ ഞാൻ. കാരണം അവരൊക്കെ ജീവിതത്തെ കണ്ട വീക്ഷണം ഡിഫറെൻ്റ് ആണ്. നിങ്ങളിവിടെ വന്ന് സന്തോഷമായിട്ട് കഴിയുക. ഞാൻ നിർത്താം. നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ വർദ്ധമാനമാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഞാനിവിടെ ലോക സർവമത സമ്മേളനത്തിന് സേവനത്തിൻ്റെ നേതൃത്വത്തിൽ കവൻട്രിയിൽ നടന്ന പ്രോഗ്രാമിന് വന്നതാണ്. ഞാൻ ഇന്ന് പോകേണ്ട ആളാണ്. പാകിസ്ഥാൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ 16-ാം തീയതിക്ക് എൻ്റെ ട്രാവൽ നീട്ടിയപ്പോൾ നമ്മുടെ സാമ് നിർബന്ധിച്ചിട്ട് എന്നെ എന്തായാലും വരണം വെച്ചിട്ട് ഓടിപ്പടഞ്ഞ് ഞാൻ വന്നതാണ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തീർന്നിട്ടില്ല എന്ന് കരുതുന്നു. സോ ഐ ആം ഗോയിങ് ബാക്ക്. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഓടി നടക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. പ്രതീക്ഷയോടുകൂടെ അത് കിട്ടണം ഇത് കിട്ടണം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. ഞാനിവിടെ വന്നിട്ട് ഇംഗ്ലീഷ് നമ്മുടെ മലയാളോട് ചോദിച്ചു, UK വന്നാൽ നിങ്ങൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട 2-3 വാക്കുകളുണ്ട്. ഒന്ന് സോറി, 2 താങ്ക് യു, പിന്നെ ഹൗ ആർ യു, ഹൗ യു ഫീൽ. ദെൻ ഒരു വാക്കുകൂടിയുണ്ട്, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. അതെപ്പോഴും ഇവർ ചോദിക്കും. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെ കാണുമ്പോഴും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നത് വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. ദെൻ യു വിൽ ബി എ പേഴ്സൺ. അവരൊരിക്കലും മറക്കാത്തൊരു വ്യക്തിയായി നിങ്ങൾ മാറും. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ വാക്കുകളും അവിടെ ഹൃദയത്തിൽ പൊൻതുവൽ പോലെ അവർ സൂക്ഷിക്കും. അതുപോലെ ആകാനായിട്ട് കഴിയട്ടെ. പാട്ടും ഡാൻസും പരിപാടികളൊക്കെ നടക്കട്ടെ. ഡെർബി മലയാളി അസോസിയേഷൻ്റെ ഈ നിങ്ങളുടെ യോഗത്തിൽ വരാനും സംസാരിക്കാൻ സന്തോഷം. നമ്മൾ യാത്രക്കാരാണ്. പോകും വഴി എല്ലാവർക്കും നന്മയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വിത്തുകൾ വിതച്ച് പോകാൻ നിങ്ങൾ കഴിയട്ടെ. സോ many 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 blessings for you. Thank you very much. God bless you. Thank you അച്ഛൻ. അച്ഛൻ്റെ ബ്ലെസ്സഡ് പ്രസൻസിനും ബ്യൂട്ടിഫുൾ മെസ്സേജിനും ഒരുപാട് നന്ദി. താങ്ക് യു.